ഒരു ആർട്ടിസ്റ്റ് പലപ്പോഴും ഡയലോഗ്സ് ഇംപ്രവൈസ് ചെയ്തിട്ട് അത് ചരിത്രമാവാറുണ്ട് മലയാള സിനിമയിൽ. ഇപ്പം കത്തി താഴെയിട വാസ് ലെജൻഡ് തിലകൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ. അവിടെ എന്തെഴുതണമെന്ന് അറിയാതെ നിന്നിരുന്ന ലോഹിതദാസ് സാറിനോടും സി പി മലയാളിനോടും കത്തി താഴെയിട എന്നുള്ളത് ഞാൻ 4 മോഡുലേഷനിൽ പറയാം. അതാണ് പിന്നെ ടേണിംഗ് പോയിന്റ് ആവുകയും ചരിത്രമാവുകയും ചെയ്യുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ട് അവിടെ ഒരു സെറ്റ് ഓഫ് ഡയലോഗ്സ് വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു എഡ്ജ് പറയാം, എൻ്റെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാം, ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ചേച്ചി ഉണ്ടോ ഇപ്പോൾ? പല പല ഒരു വീട്ടമ്മ, ഇപ്പൊ ഹോമിലെ വീട്ടമ്മ ആയിരിക്കില്ല ഒരു കളക്ടറുടെ വേഷം ചെയ്താൽ അവരുടെ ഭാഷ മാറും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ ആയിട്ട് നിൽക്കുമ്പോൾ സാധാരണ ഭാഷ ഉപയോഗിക്കും, അച്ചടി ഭാഷ ഉപയോഗിച്ച് ശരിയാവില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് നീ എപ്പോ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്ന പറ്റും, എപ്പോഴാ വന്നേ എന്താ, അത് രണ്ടും രണ്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ മാറ്റാറുണ്ട്. പിന്നെ അഫ്കോഴ്സ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും നമ്മളുടെ കയ്യിൽ നിന്നും ഡയറക്ടറും എല്ലാവരും കൂടെ ചേരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫാലിമി അങ്ങനെ ചെയ്തൊരു മൂവിയായിരുന്നു, അതിനകത്ത് കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇംപ്രവൈസ്ഡ് സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഇപ്പം ഡയറക്ടർ ഓഫ്കോഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, ഡയറക്ടർ പറയുന്ന കുറെ സാധനങ്ങൾ പല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംഭവമുണ്ട്, ഈ പാക്കിന്റെ മണം കാരണം വൊമിറ്റ് ചെയ്യാൻ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ചത്തുപോയെന്ന് നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ വായിൽ പായിട്ട് ചവച്ചോണ്ടിരിക്കുമ്പം എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്ന ഡയലോഗ് ആ ഒരു വേരിയേഷൻ ആയിരുന്നില്ല പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു 2-3 രീതിയിൽ ചെയ്തപ്പോഴാണ് മാറ്റി മാറ്റി ചെയ്യിപ്പിച്ചു, അപ്പോഴാണ് ആ സാധനം കിട്ടുന്നത്. അതൊരു നിസ്സഹായ അവസ്ഥയാണ് പറഞ്ഞത്. എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്നത് വേറെ രീതിയിലും പറയാം, എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം ഇങ്ങനെയും പറയാം. അപ്പോ അങ്ങനെയുള്ള ഇംപ്രവൈസേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സീനുകൾ നന്നാവും. നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിത് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുന്നതാണോ അതോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ചെയ്യുക അങ്ങനെയാണോ വിചാരിക്കുക. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ടീച്ചറിൽ പറയുന്നുണ്ടല്ലോ, വളരെ വളരെ പവർഫുൾ ആയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ലാത്തിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു വരികളാണ്, അവരുടെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വരികളാണ്. അതിൻ്റേതായിട്ടുള്ള ചൂടും അതിൻ്റേതായിട്ടുള്ള വിപ്ലവാംശവും ഉണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അവരെയാണോ ഓർക്കുക, അതോ ഞാൻ അങ്ങനെ ഒരു നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെ ഓർക്കുമോ? ഇല്ല, ഞാൻ അവര് എന്തുമാത്രം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു. അവരുടെ ആ ഡയലോഗിൽ തന്നെയുണ്ട് അവർ അനുഭവിച്ച ചെയ്തികൾ അല്ലെങ്കിൽ അവരനുഭവിച്ച അനുഭവങ്ങൾ അതിനകത്ത് തന്നെ ആ ഡയലോഗിൽ കിടപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവരെന്താണ് അവിടെ അനുഭവിച്ചത്? അത് വരുമ്പോൾ ഒരു ബോൾഡ്നെസ് കയറി വരും, നമുക്കറിയാതെ സ്വയമായിട്ട് വരും. എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ് ആ ജീവിച്ചിരുന്ന കഥാപാത്രം എന്താണെന്ന് എനിക്ക് കുറച്ചൊരു ധാരണയുണ്ട്. അത് പിന്നെ പ്ലസ് ഡയറക്ടർ സംസാരിച്ച ക്യാരക്ടറിൻ്റെ ഒരു ഇംപ്രവൈസേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ ഒരു സ്ത്രീ ഉണർന്നു എന്നുള്ളതാണ്. സീരിയസ്ലി എൻ്റെ ഉള്ളിലെ ആ സ്ത്രീ അപ്പോൾ എന്തുമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടാവണം ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഡൽഹിയിലുണ്ടായ ആ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധമുള്ളൊരു ഇൻസിഡൻ്റാണിത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അറിയാതെ നമ്മളുള്ളൊരു ബോൾഡ്നെസ് ഉണർന്നു വരും. അതങ്ങനെ അങ്ങ് ഡെലിവറി ചെയ്യാന്നുള്ളത്. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ജോണി ആന്റണി പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആനയെ പേടിയുള്ള ഞാൻ 2 വട്ടം ആനപ്പുറത്ത് കയറിയിട്ടുള്ളതെന്ന്. തുർപ്പുകാരനിലും കയറിയിട്ടുണ്ട്, മറ്റേ സിനിമകളിലും കയറിയിട്ടുണ്ട്. ഒരു ഡയറക്ടർ കൺവിൻസിങ് ആവുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അതിൽ ഇപ്പോൾ UK ഡയറക്ടർ അരുൺ വൈഗ എവിടെ നിൽക്കുന്നു? അരുൺ മേടിച്ചെടുക്കാൻ അറിയാം. ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമുക്കറിയാം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അരുണിനറിയാം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ നന്നായിട്ട് പെരുമാറാൻ അറിയാം. പിന്നെ പറയുന്ന ഷോട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ അരുണിന് കൃത്യമായ ഒരു ക്ലാരിറ്റിയിൽ അരുണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളുമില്ല, അവിടെ നമ്മൾ കംഫർട്ടാണ്. അപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഒരു ഡയറക്ടറിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ അവരുടെ ആർട്ടിസ്റ്റിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. നമ്മളെ കൃത്യമായി ജഡ്ജ് ചെയ്യുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു വിശ്വസ്തനായ ഒരാളാണെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഈ കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ സാർ, ഇപ്പോൾ ചില ഡയറക്ടർമാർ വളരെ സ്പെസിഫിക് ആയിരിക്കും, അതായത് ഈ ഷോട്ടിൽ നിന്ന് എനിക്ക് ഈ ഷോട്ടിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഷോട്ടിൽ നീ ഇതേ ചെയ്യാവൂ, അതായത് കണ്ണട ഇങ്ങനെ ഊരാവൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ലെജൻഡറി ഡയറക്ടർ അങ്ങനെ വന്ന് പറയുന്നതാണോ ആക്ടർ എന്നുള്ള രീതിയിൽ സാറിന് കംഫർട്ടബിൾ? അതെ, അല്ലെങ്കിൽ ഇതാണ് സാർ ക്യാരക്ടർ ചെയ്തോ, ഞാനിങ്ങനെ അത് ഒപ്പിയെടുത്തോളാം, ഏതിനാ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അത് ആർട്ടിസ്റ്റ് മാക്സിമം അതെന്താണ് ഉൾക്കൊണ്ടത് അത് അങ്ങേര് ചെയ്ത് വന്നിട്ട്
അതിനകത്ത് ചെറിയ തിരുത്തലുകൾ മാറ്റം വരുത്തുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയുടെ പണ്ട് കണ്ടിട്ടുള്ള സിനിമയുടെ രീതിയിൽ ഗുലാൻ ബിഹേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാലും മമ്മൂക്ക ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. മമ്മൂക്ക വന്ന് ഗുലാനായിട്ട് കുട്ടിയായിട്ട് വന്ന് ബിഹേവ് ചെയ്തപ്പോഴാണ് അതിനകത്ത് രസം ഉണ്ടായത്. വളരെ ഈസി ആയിട്ട് പുള്ളി ബിഹേവ് ചെയ്തപ്പോഴാണ്, ഒരു സ്റ്റിഫ്നെസ്സും ഇല്ല, ഈസിയായിട്ട് അന്ന് അത് മമ്മൂക്കയുടെ കോൺട്രിബ്യൂഷനാണ്. അവിടെ ഞാൻ കയറി എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ വന്നായിരിക്കില്ലേ എന്ന വല്ല ഡൗട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് അത്രയും വലിയ ലെജൻഡായിട്ടൊരാളെ. അപ്പോൾ ഏത് ആർട്ടിസ്റ്റിനെങ്കിലും നമുക്ക് നല്ല മോനത് ചെയ്യല്ലേ, പിന്നെ കുട്ടികൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ചെയ്തൽ മാറ്റി പറിക്കുക. പിന്നെ അവർ ഇപ്പോൾ ഒരു പുതിയ ഒരാളാണ് വന്നേക്കുന്നത്, അവർ ചെയ്തിട്ട് ശരിയാകുന്നില്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച സാധനം ചെയ്യിക്കാൻ അവരെ കൊണ്ട് ശ്രമിക്കാം. ചിലപ്പം നമ്മൾ വിചാരിച്ച കാര്യം അവർ ചെയ്യുമ്പോൾ വേറൊരു വ്യക്തിയാണല്ലോ ചെയ്യുന്നത്, അതിനകത്ത് ചില പ്രത്യേകതകൾ വരും. അത് ചിലപ്പോൾ നല്ലതായിരിക്കും. മനസ്സിലായി, അത് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറയും മോനെ അത് ഹോൾഡ് ചെയ്തു, അത് നീ പറഞ്ഞ നല്ലതാ, അല്ല നീ ആ കണ്ണടച്ചത് നല്ലതാ, തിരിഞ്ഞ നല്ലതാ, അത് വെച്ചോ, എന്നിട്ട് മറ്റേത് പറയ പോലെ തന്നെ ചെയ്യാൻ പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, വലിയൊരു കൊടുക്കൽ വാങ്ങലാണ് ഇത്. നമ്മൾ ഇതിലാരും പൂർണ്ണരല്ലല്ലോ കുഞ്ഞ്, നമ്മളെല്ലാവരും ഒരുപാട് ബലഹീനതകളുള്ള മനുഷ്യരല്ലേ. അപ്പം നമുക്ക് തന്നെ ഇത് ഇന്നത് വരുമെന്നുള്ളത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. പല സീനുകളും ഈ പറഞ്ഞ പോലെ ഓൺ സ്പോട്ടിൽ വന്ന സീക്വൻസുകൾ ഒരുപാട് ഉണ്ടാവും നമുക്ക്, അല്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് തന്നെ. അമ്പിളിച്ചേട്ടനൊക്കെ അതിന്റെ ഉസ്താദാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൺ സ്പോട്ടിൽ വരുന്നത് ഭയങ്കരമായിട്ട് ഹിറ്റാവും. നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അത് കിട്ടില്ല. നമ്മൾ പെർഫോം ചെയ്ത് പോകുമ്പോൾ ചില ആൾക്കാർ റിഹേഴ്സൽ പോലും ചെയ്യില്ലല്ലോ, നമുക്ക് എടുത്തു പോവാം, തെറ്റുവാണെങ്കിൽ വീണ്ടും എടുക്കാം എന്ന് പറയും. ചിലവർക്ക് റിഹേഴ്സലിൽ ചെയ്യുന്നത് പിന്നെ ടേക്കിൽ കിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വർക്കാവില്ല. അത് നിങ്ങൾ ഫിലിമിൽ നിന്ന് പ്രാക്ടീസ് ആയി വന്നതിന്റെ ആണോ അതോ അറിയില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ സത്യം, ഭയങ്കര ചിരി കിട്ടുമായിരിക്കും ആ ഫസ്റ്റ് ടേക്കിലേ. അത് പുള്ളി അങ്ങ് സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരിക്കും ക്യാമറ ഒരുത്തർ പാസ് ചെയ്തെന്നോ ഷാഡോ വീണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാര കാര്യം പറഞ്ഞോണ്ടോ അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, ചൂടാവും, ദേഷ്യപ്പെടും. അപ്പോൾ പുള്ളി എപ്പോഴും പറയാറുണ്ട് പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നവർ നല്ല ഡയലോഗ് പറയുന്നതൊക്കെ ചെറിയ ഇതാണെങ്കിലും ഒരു നല്ല ആളെ നിർത്തണമെന്ന് പറയും. കാരണം പുള്ളിക്ക് ഫസ്റ്റ് ടേക്കാണ് ഏറ്റവും ബെറ്റർ. അപ്പം അങ്ങനെയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഫസ്റ്റ് ടേക്ക് വരുന്നത് മിക്കവാറും താരങ്ങൾക്ക് പിന്നെ വരില്ല. അതുകൊണ്ട് കഴിവതും ഫസ്റ്റ് ടേക്ക് ഒക്കെ വെക്കുന്ന, പ്രത്യേകിച്ച് തമാശ പടങ്ങളിൽ ഫസ്റ്റ് ടേക്ക് ആയിരിക്കും നാച്ചുറൽ ഉഗ്രൻ, സെക്കൻഡ് ടേക്ക് മെക്കാനിക്കലാവും. ഇപ്പം ഈ സിനിമയുടെ അകത്ത് വല്ലാത്തൊരു യൂത്തിൻ്റെ വൈബ്രൻസ് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് പണ്ടത്തെ ഒരു ലവ് സ്റ്റോറിയും പാരലി പറഞ്ഞു പോകുന്നുണ്ട്. ലവ് ആണോ അതോ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കേരളത്തിനോടുള്ള ലവ് ആണോ, എന്താ ശരിക്കും UK ഒക്കെ പ്രേക്ഷണ തിയേറ്റർ വിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഗിവ് അവേ, ടേക്ക് അവേ എന്തായിരിക്കും? എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ മകൻ റിലേഷൻ, ഇതിനകത്ത് ഈ പറഞ്ഞ ലവ് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ട്. രണ്ട് ഡ്രീംസ്, അത് അപ്പൻ്റെ സ്വപ്നം മകൻ്റെ സ്വപ്നം, ഇത് തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതാനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 22-20 വയസ്സ് കഴിഞ്ഞപ്പോൾ 19 വയസ്സ് പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷക്കാലം നമുക്ക് പേരൻസിനോട് ചെറിയ ദേഷ്യം വരും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നുണ്ടാവും. നമുക്ക് ഒരിക്കലും ഇവരുടെ കഷ്ടപ്പെടേണ്ട, പണി നിർത്താൻ ഞാൻ ചെലവിന് തരാം എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതല്ല കേട്ടോ ഇതിൻ്റെ കഥ, എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം അറിയോ, നമ്മുടെ ഉള്ളിലൊരിതുണ്ട്, ദൈവമേ എനിക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവരുടെ തൊഴിൽ നിർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്ന് പറയുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ, അല്ലേ? അതുകൊണ്ടാണ് ഇവരോട് ചില പറയാം അവൻ ഭയങ്കര ദേഷ്യം, അവന് ഭയങ്കര ഈ പകുതിയും ഈ യുവാവിൻ്റെ ഉള്ളു കരയുക. ശരിയാ. അവൻ പിന്നീട് ഒന്ന് ആശ്വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവൻ എവിടെയെങ്കിലും പോയി ഒരു ജോലിയൊക്കെ ആയി അത് നിർത്തി കഴിയുമ്പോഴായിരിക്കും അവൻ ഇച്ചിടെ കാമാകും എന്ന് പറയുന്നതിൽ അപ്പനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ സ്നേഹം, നമ്മുടെ രീതിക്കനുസരിച്ച് മകൻ പോകുമ്പോഴുള്ള സന്തോഷം, അവർ തമ്മിലുള്ള ചിരി, അവനെന്ത് ചെയ്യും, അപ്പനെ വിഷമിപ്പിക്കേണ്ട അപ്പൻ്റെ ആഗ്രഹമില്ല സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമില്ലെങ്കിൽ കൂടി അപ്പൻ്റെ ഇഷ്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നേക്കാം. പിന്നെ ചിലപ്പോൾ ആ മകൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കണം. ഈ സ്നേഹത്തിന് മുന്നിൽ തോറ്റു കൊടുക്കുന്നത് ഭയങ്കര ഒരു എന്നാ പറയണ്ടേ, അതിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും തോക്കുന്നത് നമ്മുടെ സ്നേഹത്തിന് മുന്നില്ല, നമ്മൾ മാതാപിതാക്കളുടെ മുന്നിൽ തോക്കുന്നത് സ്നേഹത്തിന് മുന്നില്ല. സ്നേഹത്തിന് മുന്നിൽ തോക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ, എനിക്ക് തോന്നിയത് ഏറ്റവും ഇമോഷണലി വർക്കാവുന്ന ഒരു കാര്യം. കാരണം അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ തോറ്റുപോയി. വിളിയിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് യുവാക്കൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാവും. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് സ്നേഹമുള്ള നമുക്കൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിലാവും.
എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പരസ്പരം ഇപ്പോൾ എൻ്റെ മകനെ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് മഞ്ജു ചെയ്യുന്നത്. അപ്പം മഞ്ജുവിന് എൻ്റെ കൂട്ടുകാരിയാണ് മഞ്ജു, എൻ്റെ കൂടെ പഠിച്ചതാണ്. എൻ്റെ മകൻ്റെയും കൂട്ടുകാരിയോ അമ്മയാണ് മഞ്ജു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയാവുന്ന, ഇവൻ ഇന്നത് പറഞ്ഞാലേ ഇവൻ ശരിയാവുള്ളൂ, ഇന്നത് പറഞ്ഞാലേ ഇവൻ ശരിയാവുള്ളൂ എന്ന് ഞങ്ങളെ നോക്കിക്കാണുന്ന ഞങ്ങളുടെ ഏറ്റവും നല്ല നെയ്ബറും അയലോക്കക്കാരി, അല്ലെ അവരും അവൻ്റെ മനസ്സുകൊണ്ട് അവൻ്റെ അമ്മ എന്നൊക്കെ പറയുന്ന ക്യാരക്ടറാണ് മഞ്ജു ചെയ്തതും മനോജ് കെ ചെയ്ത ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകൾ, അയലോക്കത്തെ മനസ്സിലാക്കുന്ന, കൂട്ടുകാരെ മനസ്സിലാക്കുന്ന. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്.